അങ്ങനെ പ്രസിഡന്റ് ഭരണം 1982 തിരഞ്ഞെടുപ്പ് വരുന്നു. ഈ 1982 തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 25 പാർട്ടികളുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇവരെ 25 പാർട്ടികളും രണ്ട് മുന്നണികളായിട്ടാണ് ഇവർ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലാണ് നേരത്തെ ജനതാ പാർട്ടിയിലുണ്ടായിരുന്ന ജനസംഘിൻ്റെ പുതിയ രൂപമായ BJP ആദ്യമായി മത്സരിക്കും. നിയമസഭാ ഇലക്ഷൻ. ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സരസൻ കൊലപാതകം. സരസൻ കൊലപാതകം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. സരസൻ കൊലപാതകം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചവറ, അവിടെ ഇന്ത്യൻ റെയർ എർത്ത് ഉണ്ട്. കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്നും പറഞ്ഞ് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യൻ റെയർ എർത്ത്സ് എന്നും പറഞ്ഞ് ഒരു സ്ഥാപനവുമുണ്ട്. ഈ ചവറയിലെ ജീവനക്കാരനായിരുന്നു സരസൻ. സരസൻ്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞ് സഹോദരിയുടെ വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് സരസനെ കാണാതാകുന്നു. അപ്പോൾ സരസനെ കാണാതാകുന്നു. RSP എന്ന പാർട്ടിയുടെ സജീവ പ്രവർത്തകനും ഒരു പോളിടെക്നിക് ഡിപ്ലോമക്കാരനുമായിരുന്നു. പ്രമുഖ നേതാവായിരുന്ന ബേബി ജോണിൻ്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് സരസന് IREയിൽ ജോലി ലഭിക്കുന്നത്. അപ്പം ബേബി ജോണിൻ്റെ ട്രേഡ് യൂണിയൻ, IREയിലുള്ള ട്രേഡ് യൂണിയൻ്റെ ഭാരവാഹിയും കൂടിയായിരുന്നു. എന്നാൽ ചില പ്രാദേശിക തർക്കങ്ങളെ തുടർന്ന് സരസൻ RSP വിടുന്നു. കോൺഗ്രസ് അനുകൂല സംഘടനയായ INTUCയുടെ കൂടെ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് INTUC, CITU ആണ് CPMൻ്റേത്, AITUC ആണ് CPIയുടേത്, കോൺഗ്രസിൻ്റേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, അങ്ങനെ INTUC ആണ് കോൺഗ്രസിൻ്റെ. അതിൽ ചേരുന്നു. അപ്പം ഇത് ബേബി ജോണിന് ശത്രുത ഉണ്ടാക്കിയെന്നും പുള്ളിയാണ് സരസൻ്റെ തിരോധാനം എന്ന് പറഞ്ഞാൽ മിസ്സിങ് എന്നാണ്, സരസൻ്റെ തിരോധാനത്തിൽ കാരണമെന്നും പറഞ്ഞ് ഇലക്ഷൻ സമയമായപ്പോൾ UDFകാർ അടിച്ചിറക്കുന്നു. ബേബി ജോൺ അന്ന് LDFലാണ്. ബേബി ജോണിൻ്റെ ആളുകൾ സരസനെ കൊന്ന് ബോഡി ഫ്രീസറിൽ സൂക്ഷിച്ചുവെന്നും പിന്നീട് കടലിൽ കൊണ്ടുപോയി കൊത്തി അരിഞ്ഞ് സ്രാവുകൾക്കായി തീറ്റയ്ക്ക് നൽകിയെന്നുമൊക്കെയായിരുന്നു കഥകൾ. ഇതൊക്കെയായിരുന്നു അന്ന് ചവറയിൽ പ്രചരിച്ചിരുന്ന കഥകൾ. ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. അവർ ജമാൽ എന്നൊരു മത്സ്യ വ്യാപാരിയെ പിടികൂടി പഴയ അടിയന്തരാവസ്ഥ കാലത്തെ ഓർപ്പിക്കുന്ന രീതിയിൽ ഗരുഡൻ തൂക്കം രീതിയിൽ ഉള്ള ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. RSPയുടെ യുവജന നേതാക്കളെ ക്രൈംബ്രാഞ്ചിൽ നിന്നും മർദ്ദനമേറ്റു. ക്രൈംബ്രാഞ്ചാണ് അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് ക്രൂരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നത്. പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് വിങ്ങാണ്. ഓക്കെ, അവർ തന്നെ ഇവിടെയും വന്നു. ഇങ്ങനെ 1982 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ്, 82 കോൺഗ്രസ് ഈ സംഭവം രാഷ്ട്രീയ ആയുധമാക്കി. ഞാൻ അധികാരത്തിൽ വന്നാൽ 5 ദിവസത്തിനകം സരസൻ കേസ് തെളിയിക്കുമെന്ന് ആര് പറയുന്നു? ലീഡർ K. കരുണാകരൻ പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സരസൻ്റെ അമ്മ ജാനകിയമ്മയെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകാരികമായ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തി. എൻ്റെ മകൻ്റെ മൃതദേഹമെങ്കിലും എനിക്ക് തരൂ, അവൻ്റെ ചിതാഭസ്മമെങ്കിലും തരൂ എന്ന അമ്മയുടെ വിലാപം നാട്ടിലെങ്ങും അലയടിച്ചു. എങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ 621 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബേബി ജോൺ വിജയിച്ചു. വർഷങ്ങൾ കടന്നുപോയി. 1986 ആയപ്പോൾ സരസനെ മംഗലാപുരത്ത് നിന്നും പോലീസ് പിടികൂടി. തന്നെ ചിലർ തട്ടിക്കൊണ്ടുപോയി മയക്കി കർണാടകയിലെ കടൽ തീരത്ത് ഉപേക്ഷിച്ചു എന്നായിരുന്നു സരസൻ്റെ മൊഴി. അവിടെ അദ്ദേഹം കൊട്ടിയം രവി എന്ന പേരിൽ കൂലിപ്പണി ചെയ്ത് ഒളിവിൽ കഴിയുകയായിരുന്നു. ഒടുവിൽ 1992 ഹൃദയാഘാതം മൂലം സരസൻ മരിക്കുകയും ചെയ്യുന്നു. അതായത് കാണാതെ പോയ ആളെ പിന്നെ കണ്ടുപിടിച്ചു. പോലീസ് പിന്നെ കിട്ടി 5-6 വർഷത്തിന് ശേഷം. ഇത് ബേബി ജോണിനെതിരെ ആയുധമായിട്ട് ഉപയോഗിച്ചാണ് തെരഞ്ഞെടുപ്പ് ആയുധമായിട്ട് ഉപയോഗിച്ചാണ്. പക്ഷേ ബേബി ജോൺ എന്നിട്ട് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അങ്ങനെ സരസൻ കേസും ബേബി ജോണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്.
അങ്ങനെ 82-ലെ ഇലക്ഷനിൽ കരുണാകരൻ്റെ നേതൃത്വത്തിൽ UDF ഉം മറുഭാഗത്ത് നായനാരുടെ നേതൃത്വത്തിൽ LDF-ഉം. ഈ കോൺഗ്രസിൻ്റെ കൂടെ ഉള്ളത് കോൺഗ്രസ് I, ആൻ്റണി കോൺഗ്രസ്, ജോസഫ് വിഭാഗം, മാണി വിഭാഗം, മുസ്ലിം ലീഗ് തുടങ്ങിയ 11 കക്ഷികൾ. അതായത് ബേസിക്കലി എല്ലാ കേരള കോൺഗ്രസ്സുകാരും ഈ പ്രാവശ്യം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ കൂടെയാണ്, UDF-ൻ്റെ കൂടെയാണ്. മറ്റേടത്ത് ഇടതുപക്ഷത്ത് CPM-ൻ്റെ CPM, CPI, ലോക്ദള്, ലോനപ്പൻ കോൺഗ്രസ്, അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഒക്കെയുണ്ട്. ഇന്ദിരാഗാന്ധി വന്ന് പ്രചരണം നടത്തി. AK ആൻ്റണിയും KM മാണിയും വഞ്ചന കാണിച്ചുവെന്ന് CPM-കാർ പറഞ്ഞു. കാരണം അവർ പിന്തുണ പിൻവലിച്ചത് കൊണ്ടാണ് നായനാർ ഗവൺമെൻറ് താഴെ വീണത്. അങ്ങനെ 1982 ഇലക്ഷൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടന്ന രീതിയാണ്. ഒരു സ്ഥലത്ത്, എവിടെ, ഇന്ത്യയിൽ ആദ്യമായി പരവൂരിൽ, ഇന്ത്യയിൽ ആദ്യമായി പരവൂരിൽ ഇലക്ട്രിക് അല്ല, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി. പരവൂർ മണ്ഡലത്തിലെ എന്തുവാണ് 84 മണ്ഡലങ്ങളിൽ അല്ല, പറവൂരെ 50 ബൂത്തുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി. ഒടുക്കം വിജയിച്ചത് N. ശിവൻപിള്ളയാണ് വിജയിച്ചത്. പക്ഷേ എന്തു പറ്റി? ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച എല്ലാ ബൂത്തുകളിലെയും തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതി പിന്നീട് അസാധുവാക്കി. എന്തോ കേസായി, സുപ്രീം കോടതി അസാധുവാക്കി. അതിൻ്റെ ഉപതെരഞ്ഞെടുപ്പ്, അതായത് ഒരു ഇലക്ഷൻ നടന്നു കഴിഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്ത് നടക്കുന്ന ഇലക്ഷനാണ് ഉപതെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ബൈ ഇലക്ഷൻ. ഇടക്കാല തെരഞ്ഞെടുപ്പ് വേറെയാണ്. അപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പല്ല, ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയിച്ചത് എതിരാളി AC ജോസാണ്. കാസ്റ്റിംഗ് സ്പീക്കർ AC ജോസാണ് പറവൂര് ജയിച്ചത്. മനസ്സിലായോ? അപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടന്ന ഇലക്ഷന് ഒടുക്കം സുപ്രീം കോടതി അസാധുവാക്കി. വീണ്ടും ഇലക്ഷൻ നടത്തപ്പോൾ എതിർ മുന്നണിയിലെ ആളാണ് ജയിച്ചത്.